എല്ലാവർക്കും ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1.25 കിലോ കിളിമീൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കിളിമീൻ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും പല പേരുകളാണ്. ചെമ്പല്ലിക്കോര, പുതിയാപ്പിളക്കോര, അങ്ങനെ പല പേര് പറയും. മീനൊന്ന് വെട്ടി കഴുകി എടുത്തിട്ട് വരുന്നതിന് മുൻപായിട്ട് കുറച്ച് കുടംപുളി ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വയ്ക്കുക. എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള മസാല ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ അപ്പോൾ എടുത്തത്, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, ഉപ്പുപൊടി 1.5 ടീസ്പൂൺ. കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് നമുക്കിത് കലക്കിയെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്, തരി ഒട്ടും ഇല്ലാതെ വേണം കലക്കേണ്ടുന്നതും. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 7 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ചെടുത്തത്, 3 പച്ചമുളക് നെടുകെ പിളർത്തി അത് 2ആയിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില. വെള്ളമയം ഇല്ലാത്ത ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെള്ളമയം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് വെള്ളമയം ഇല്ലാതെ എടുക്കാവൂ. 1/4 ടീസ്പൂൺ ഉലുവ. ഇതൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടേ പച്ചമുളക് ചേർക്കാവൂ. അത് എരിവില്ലാത്ത മുളക്. ഇത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി ചേർക്കാം. ഇനി ഈ മസാലയും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തീ ഏറ്റവും കുറച്ചാണ് വെച്ചിട്ടുള്ള, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എണ്ണ തെളിഞ്ഞ് വന്ന ഈ സമയത്ത് വേണം ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടുന്നത്. ഏകദേശം 1 കപ്പ് വെള്ളമോളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കുടംപുളി ചേർക്കാം. വലിയ കഷ്ണം ആയതുകൊണ്ട് 2ആയിട്ടൊന്ന് മുറിച്ച് ചേർക്കാം. നല്ല പുളിയുള്ള പുളിയാണ് ഇത്. എരിവും പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി പുളി ഉപ്പൊക്കെ നോക്കിയ ശേഷം വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടുന്നത്. പിന്നീട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ബാക്കി എരിവും പുളിയെല്ലാം ഇപ്പോൾ കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നത്. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 3 ചെറിയ മീൻ ഇതുപോലെ വരഞ്ഞെടുത്തു. വലിയ മീൻ 2 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. കിളിമീനൊക്കെ എപ്പോഴും ഇതുപോലെ ചുറ്റിച്ച് തന്നെ വയ്ക്കണം, പെട്ടെന്ന് ഉടഞ്ഞു പോകും. കട്ടി വളരെ കുറഞ്ഞ സോഫ്റ്റ് മീനായതുകൊണ്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. എരിവെല്ലാം കറക്റ്റായിട്ടുണ്ട്. പുളി ഇത്തിരി കൂടുതൽ, നമുക്കതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കൊഴുത്ത ചാറുള്ള മീൻകറി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മീൻ ഇറക്കി വയ്ക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, മീൻ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. കിളിമീൻ നമുക്ക് വറക്കാനും ഇതുപോലെ കറി വയ്ക്കാനും നല്ലതാണ്. കുറച്ചും കൂടെ വലിയ മീനാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് കിട്ടും. മീനും ഇറച്ചിയൊക്കെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതിനാണ് കൂടുതൽ സ്വാദ് തോന്നിക്കുന്നത്. ഇപ്പോഴും കഴിക്കുമ്പോഴും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോഴും ഉച്ച സമയവും നല്ല മഴയൊക്കെ കൂടെ ഇവിടെ. ചൂട് ചോറും കുറച്ച് സാമ്പാറും പിന്നെ നമ്മുടെ ഈ മീൻ കറിയും കുറച്ച് ബീറ്റ്റൂട്ട് തോരനും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ല മഴയത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ കറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയാൻ മറക്കരുത്. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.